ഹലോ ഹായ്, എല്ലാവർക്കും സുഖമാണോ? നമുക്കിന്ന് സിമ്പിളായിട്ട് ഓണമൊക്കെ വരുമില്ലേ, അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസ് തയ്ക്കാൻ പഠിക്കാം. ഓണത്തിന് സ്വന്തമായിട്ടൊക്കെ തച്ചിടുന്നത് സന്തോഷമല്ലേ? ഇവിടെ ഒരു കസ്റ്റമറിൻ്റെ അളവുകളാണ് ഇതെല്ലാം. ലെങ്ത്ത് 16 16ൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടി 17. ഇത് ചെസ്റ്റിൻ്റെ അളവാണിത്. 32ൻ്റെ കൂടെ നമ്മൾ 32ൻ്റെ 4/1 എടുക്കാം കേട്ടോ. 4/1 എടുക്കുമ്പോൾ എത്ര? 8 കിട്ടും. 8ൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ച് കൂട്ടുക, 8.25. ബ്ലൗസ് ആയതുകൊണ്ടാണ്. വേസ്റ്റിൻ്റെ അവിടെ എത്രയാണ്? വേസ്റ്റിൻ്റെയും നമ്മൾ 4/1 എടുക്കണം. അപ്പോൾ എത്ര കിട്ടും? 7 കിട്ടും. വേസ്റ്റ് ഭാഗത്ത് അങ്ങനെ പ്രത്യേകിച്ച് ലൂസൊന്നും കൊടുക്കണ്ട. ഷോൾഡർ വന്നിട്ട് 14ആണ്. 14ൻ്റെ പകുതി എത്രയാണ്? 7. അപ്പോൾ ഈ 7 ഇരുന്ന് ഒരു 1 ഇഞ്ച് കുറച്ചിട്ട് 6 ഇഞ്ചാണ് ഞാൻ ഷോൾഡറിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ള പ്രിൻസസ് കട്ട് ബ്ലൗസാണ്. സിമ്പിളാണ്. ഇത്ര അളവുകളാണ് വേണ്ടത്. അപ്പം നമുക്ക് അത് തുടങ്ങാം. ഒരു ചാർട്ട് പേപ്പറിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമ്മൾ നെക്ക് വിട്ട് എടുക്കണം. നെക്ക് വിട്ട് എത്രയാണ്? ഈ ചെസ്റ്റിൻ്റെ 12/1 കാണണം. നമ്മുടെ ചെസ്റ്റ് വണ്ണത്തിൻ്റെ 12 ഇഞ്ച് എത്രയാണ്? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.6 എന്ന് കിട്ടും. ഇത് ഞാൻ 3/4 എടുക്കും. 2.75. അതുപോലെ തന്നെ ആം ഹോൾ, കൈക്കുഴി, ഇതിൻ്റെ ഈ നമ്മുടെ ചെസ്റ്റിൻ്റെ 6/1 എടുക്കണം. അപ്പം അതും നമുക്ക് 5.33 എന്ന് കിട്ടും. അപ്പം അതും ഞാനിവിടെ 5.5, പിന്നെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് 6 ഇഞ്ചെന്ന് എടുക്കും. പിന്നെ ആം ഹോൾ, നമ്മുടെ കൈയുടെ വണ്ണം, ആം ഹോൾ റൗണ്ട് 14 ഇഞ്ചാണ്. ഇതിൻ്റെ പകുതി എടുക്കണം. അപ്പോൾ എത്ര? 7 ഇഞ്ചാവും. 7 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/4 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 7.25 എടുക്കണം. ഇത്രയാണ് നമുക്ക് ഒരു ക്രോപ്പ് ടോപ്പ് തയ്ക്കാനുള്ള അളവുകൾ കേട്ടോ. മനസ്സിലായോ? ഞാൻ ഇവിടെ ഒരു ചാർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. പ്രിൻസസ് കട്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് പേപ്പറിലാണ് ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ തുണിയിൽ അത് വെച്ച് വെട്ടിയെടുക്കും. ആദ്യമേ നമ്മളെന്താ ചെയ്യുക? ബാക്ക് പാർട്ട് വെട്ടിയെടുക്കണം. സിമ്പിളാണ് കേട്ടോ. ഞാൻ പ്രിൻസസ് കട്ട് ഒരു ചട്ടം, എന്നിട്ട് ഇത് 17 ഇഞ്ച് എടുക്കണം. അതിനെ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കും. ലെന്ത് വന്നിട്ട് ഞാൻ 17 ഇഞ്ചാണ് എടുക്കുന്നത്. കാണാമോ? ഉണ്ടോ?
രണ്ട് സൈഡിൽ 17 ഇഞ്ചൊന്ന് ലെവലാക്കണം കേട്ടോ. അല്ലേ 17 ഇഞ്ച്. ഷോൾഡർ എത്രയാണ്? 7 ഇഞ്ചാണ്. 14 വരുമ്പോൾ 7 ഇഞ്ചാണ് അതിൻ്റെ പകുതി. അതിൽ നിന്ന് ഒരു 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. 6 ഇഞ്ച് എടുക്കണം. ഷോൾഡർ എടുത്ത് അടുത്തത് കൈക്കുഴി നമ്മൾ ചെസ്റ്റിൻ്റെ 6 എടുക്കണം. അപ്പോൾ എത്ര കിട്ടും? 5.3 കിട്ടും. അത് ഞാനിവിടെ 5.5 ആക്കിയിട്ട് 5.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്ത് 6 എടുക്കും. അതിനു മുമ്പ് നമ്മളിവിടെ ഷോൾഡർ സ്ട്രോപ്പ് ചെയ്യാൻ ഒരു 1/2 ഇഞ്ച് എടുക്കും. അതും കൂടി കൂട്ടിയെടുക്കണം. അപ്പോൾ എത്ര? 6.5 ആവും കേട്ടോ. ഷോൾഡർ സ്ട്രോപ്പ് ഞാൻ ഒരു 1/2 ഇഞ്ച് എടുക്കും. അത് കഴിച്ചിട്ട് വേണം നമ്മളിവിടെ 6 ഇഞ്ച് എടുക്കേണ്ടത് കേട്ടോ. ഇത് മൊത്തവും 6.5 ആവും. ഇവിടെ നിന്ന് 6 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കാം. 6 ഇഞ്ച് ഇവിടെ ഇരുന്ന് 6 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. അതിൻ്റെ ലെവലാണെന്ന് നോക്കണം. ഇവിടെയും എത്ര ഉണ്ട് ഇവിടെ? 6.5. 6.5യിൽ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പാണ്. ഇത് ഈ 3 പോയിൻറ്റും കൂടെ കൂട്ടിയിടാം, യോജിപ്പിക്കാം. ഓക്കെ. നെക്ക് വിട്ട് അടുത്തത് നമ്മൾ നെക്ക് വിട്ട് എടുക്കണം. നെക്ക് വിട്ട് എത്രയാണ്? 32ൻ്റെ 12 കണ്ട് 2.25 എടുക്കണം. എടുത്തു കണ്ടോ? 2.25 നെക്ക് വിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ 12 എടുക്കണം. എങ്കിലേ ഈ നെക്ക് വിട്ട് കിട്ടുള്ളൂ. ഇത് ഷോൾഡർ സ്ലോപ്പ് അതുമായിട്ട് യോജിപ്പിക്കാം. ഇനി അടുത്ത നമുക്ക് ആം ഹോൾ റൗണ്ട് അടയാളപ്പെടുത്താം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് എത്ര വരും? 6 ഇഞ്ച് വരും. 6ൽ 1 ഇഞ്ച് നമ്മൾ കുറയ്ക്കുമ്പോൾ 5 ഇഞ്ചാണ്. 5ൻ്റെ പകുതി എത്രയാണ്? 2.5. 2.5 ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. കൈക്കുഴിയുടെ ഇവിടെ നമ്മൾ 1.3 എടുക്കണം. 1.3 എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാമോ? നമ്മൾ ചെസ്റ്റ് എത്രയാ? 32 അല്ലേ? 32ൻ്റെ ഈ 24 എടുത്ത് കാണാം. അപ്പോൾ എത്ര കിട്ടും?
1.3 കിട്ടും. ഈ അളവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു നല്ലൊരു പ്രിൻസസ് കട്ട് ബ്ലൗസ് നല്ല ഫിറ്റായിട്ടിരിക്കും. ഈ അളവുകളെല്ലാം എടുത്ത് കട്ട് ചെയ്താൽ ഇവിടെ 1.3 കിട്ടും. ഇവിടെ ഒരളവെടുത്ത് ചെസ്റ്റ് 8.25 ഇവിടെ 8.25. ഒരു വഴിയും കൂടെ ഉണ്ട്. ഇവിടെ ഇരുന്ന് 1/2 ഇഞ്ച് നമ്മൾ ഇത് ഷോൾഡർ സ്ട്രോപ്പിന് പോകും. ഇവിടുന്ന് 1/2 ഇഞ്ച് കൈക്കുഴി ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് പോകും. ബാക്കി ഈ നമ്മുടെ ആംഹോൾ റൗണ്ട് എത്രയാണ്? 14 ഇഞ്ചല്ലേ. അപ്പോൾ അതിൻ്റെ പകുതി 7 ഒരു 1/4 ഇഞ്ചും കൂടെ കൂട്ടി 7.25. ഈ 7.25 ഈ റൗണ്ടിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ല, 6.25 വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു 1/2 ഇഞ്ച് താഴോട്ട് നമ്മൾ താത്തി കൊടുക്കണം. കൈക്കുഴി 6.5 എടുക്കണം കേട്ടോ. ഇവിടെയും ഒരു 1/2 ഇഞ്ച് താത്തി കൊടുക്കണം. കണ്ടോ? വരയ്ക്കുക. ഇവിടെ ഒരു 1.3 അടയാളപ്പെടുത്തുക. തന്നെ അടയാളപ്പെടുത്തി കൊടുക്കണം. ആ പോയിന്റ് ഇതുമായിട്ട് യോജിപ്പിക്കണം. ഇതാണ് ഞാൻ ഈ പച്ച കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് 8.25 ജസ്റ്റ് 8.25 ഇവിടെ അടയാളപ്പെടുത്താം. എന്നിട്ട് നോക്കുക ഈ റൗണ്ട് കിട്ടുന്ന. അപ്പം ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടെ എത്രയാവും? 6.5 ആവും കൈക്കുഴി. ഈ 6.5 1 ഇഞ്ച് കുറയ്ക്കാം. 1 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 5.5 ഇഞ്ച്. 5.5യുടെ പകുതി എത്രയാണ്? 2.25. 2.25 ഞാനിവിടെ അടയാളപ്പെടുത്താം. ഉണ്ടോ? അതിരുന്ന് വേണം നമ്മളിങ്ങനെ വരച്ചു പോകണം. ആംഹോൾ റൗണ്ട് വെച്ച് വരയ്ക്കണം. ഇത് വെച്ച് നമ്മളിങ്ങനെ വരയ്ക്കണം കേട്ടോ. അതിനുമ്പോൾ നമുക്കിത് ഷേപ്പിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഈ ആംഹോൾ ഈ കൈക്കുഴി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കറക്റ്റ് 7.25 കിട്ടും. നമുക്കിത് വരയ്ക്കാം. മനസ്സിലായാലും ഇത് ഷോൾഡർ സ്ട്രോപ്പിനാണ് 1/2 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടാണ് കൈക്കുഴി നമ്മൾ 6 ഇഞ്ച് എടുത്തിട്ട് 1/2 ഇഞ്ച് ഷോൾഡർ സ്ട്രോപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ 6 ഇഞ്ച് എടുത്തത്. 6 ഇഞ്ച് എടുക്കുമ്പോൾ നമുക്കിവിടെ കൈക്കുഴി 7.25 കിട്ടത്തില്ല. അത് കാരണം 1/2 ഇഞ്ചും കൂടെ താഴ്ത്തി വരച്ചു. എന്നിട്ട് നമ്മൾ അപ്പോൾ എത്ര കിട്ടും? 6.5 ഇഞ്ച് കിട്ടും. ഈ 6.5 ഇഞ്ച് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകും. അത് ബാക്കിയുള്ളത് ഈ 6.5-ൽ 1 ഇഞ്ച് കുറച്ച് 5.5 ഇഞ്ച്. അതിൻ്റെ പകുതിയാണ് 2.25.
അവിടെ നിന്ന് വേണം നമ്മൾ കൈക്കുഴി റൗണ്ട് നോക്കേണ്ടത്. അന്നേരം നോക്കുമ്പോൾ നമുക്കിവിടെ 7.25 കറക്റ്റായിട്ട് കിട്ടും. ഈ 3 പോയിന്റ് ഇതും നമ്മൾ യോജിപ്പിക്കണം. ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പ്രിൻസസ് കട്ടാണ്. നമ്മൾ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണിത്. കണ്ടോ, ഇപ്പോൾ ശരിയായില്ലേ? ഇത് വെച്ച് വരയ്ക്കുക. 8.25 ഇത് നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. അടുത്തത് വേസ്റ്റ് വൺ മാത്രമാണ് 28. 28ൻ്റെ 4-1 7. അവിടെ പ്രത്യേകിച്ച് ലൂസൊന്നും കൊടുക്കണ്ട. അപ്പോൾ 7 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക. 7 ഇഞ്ച്, പിന്നെ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഞാൻ ടക്കിട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് 7.5 ഇഞ്ചിൽ 2 സൈഡിലും ഇത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 7.5 ഇഞ്ചിൽ ഞാനിവിടെ അടയാളപ്പെടുത്തി. 7.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. ഈ പോയിന്റും ഇതും കൂടെ യോജിപ്പിക്കുക. ഇവിടെ ഈ 2 ഇഞ്ച് തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. 1.5 ഇഞ്ച്, പിന്നെ ബിഗിനേഴ്സൊക്കെ ആയതുകൊണ്ട് 2 ഇഞ്ച് കൊടുക്കാം. ഞാനിപ്പോൾ നെക്ക് ഇതിനകത്ത് വെട്ടുന്നില്ല, ക്യാൻവാസ് വെച്ചാണ് നെക്ക് എടുക്കുന്നത്. ഇത് നമുക്ക് വെട്ടിയെടുക്കാം. ഇതൊക്കെ മനസ്സിലായല്ലോ, നെക്ക് വിട്ടൊക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്നൊക്കെ. ഇത് വെട്ടിയെടുക്കാമേ. ഈ ആം ഹോൾ റൗണ്ട് ശരിയായാൽ നമുക്കധികം ചുളിവോ ഇതൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് ഈ റൗണ്ട് എടുത്ത് വെട്ടുന്നത്. കൈയിൻ്റെ ആ വണ്ണം ശരിയായിട്ട് എടുക്കണം. വെച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇത് വെച്ച് വരച്ചെടുക്കാം.
ബാക്ക് പാർട്ട് വെച്ച് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യും. ഈ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് 2 പോയിൻറ്റും കൂടെ വേണം. ഏതാണെന്നറിയാമോ? ബ്രസ്റ്റ് പോയിൻ്റ് എത്രയാണ്? ബ്രസ്റ്റ് പോയിൻ്റ് ഇവിടെ എൻ്റെ കസ്റ്റമർ ബോഡിയിൽ നിന്ന് കിട്ടിയത് 9 ഇഞ്ചാണ്. ബ്രസ്റ്റ് പോയിൻ്റ് 9 ഇഞ്ച്. ബ്രസ്റ്റ് വിഡ്ത്ത് 7.75. ഇതിൻ്റെ പകുതിയാണ് ഞാൻ എടുക്കുന്നത്. 3.5 കിട്ടും. ഓക്കെ. ബ്രസ്റ്റ് പോയിൻ്റ് 9 ഇഞ്ചാണ്. ഇങ്ങനെ വെച്ച് ട്രേസ് ചെയ്ത് എടുക്കണം. ഞാൻ ഇവിടുന്ന് ബാക്ക് പാർട്ടിൽ നിന്ന് ഫ്രണ്ട് പാർട്ടിലേക്ക് 2 ഇഞ്ച് അധികം എടുക്കുക. കണ്ടോ? രണ്ട് ഇഞ്ച്. ഇതിന്ന് 2 ഇഞ്ച് നമ്മൾ അധികം എടുക്കണം. പ്രിൻസസ് കട്ടൊക്കെ വരുമ്പോൾ ഏറ്റക്കുറച്ചിലുകൾ വരും. അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യാനാണ് നമ്മൾ ബാക്ക് പാർട്ടിനെക്കാട്ടിലും ഫ്രണ്ട് പാർട്ട് 2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നത്. മുകളിലോട്ട് ഇത് വച്ച് കൊടുക്കുക. അവിടെ പെൻസിൽ എടുത്തിട്ട് ഇത് ഇതേപോലെ വെച്ച് എടുക്കണം. പോലെ വെച്ച് വരയ്ക്കണം. ഇവിടെ 2.25 ആയിട്ട് നമ്മൾ വരച്ചെടുക്കണം. അരച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അളവിനടുത്ത് വെച്ചാൽ കുഴപ്പമില്ല. ഇത് 2.25 ഇപ്പം നമ്മൾ ഫ്രണ്ട് പാർട്ട് വെച്ച് ഇത് ട്രേസ് ചെയ്തെടുത്തില്ലേ, നമ്മൾ കൈക്കുഴിയൊന്ന് വരയ്ക്കണം. കൈക്കുഴി നമ്മൾ 4 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 4 ഇഞ്ച് ഷോൾഡർ ഇത്
കൈക്കുഴി ഷോൾഡർ ജോയിൻറ്റ് പോയിട്ട് ബാക്കിയുള്ളത് നോക്കുമ്പോൾ നമ്മുടെ കാട്ടിട്ട് ഇവിടെ ഇരുന്ന് 6 ഇഞ്ച് ഉണ്ടോ നോക്കണം. ലെവലായിട്ട് വരയ്ക്കണം. മാത്രം വരച്ചാൽ മതി. കൊടുക്കുക. 1.3 ഉണ്ടോ നോക്കുക. 0.3 ഓക്കെ. 0.3 നമ്മൾ മിഡ് പോയിന്റ് എടുത്തില്ലായിരുന്നോ? ഈ 6.5യുടെ 1 ഇഞ്ച് കുറച്ചിട്ട് 5.5 ഇഞ്ചിൻ്റെ പോയിന്റ് എടുത്തായിരുന്നു. അപ്പോൾ അത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2.25 മാർക്ക് ചെയ്ത് കൊടുക്കണം. ബ്രസ്റ്റ് പോയിന്റ് എടുക്കേണ്ടത്. ബ്രസ്റ്റ് പോയിന്റ് 9 ഇഞ്ചാണ്. ബ്രസ്റ്റ് വിട്ട് വന്നിട്ട് 7.5 ഇഞ്ചാണ്. 7.5യുടെ പകുതിയാണ് 3.25. അപ്പം ഇത് ബ്രസ്റ്റ് പോയിന്റ് വന്നിട്ട് 9. ഷോൾഡർ ജോയിൻറ്റും കൂടെ ആകുമ്പോൾ 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കണം. 9.5 കൂടെ നമ്മളിവിടെ ഷോൾഡർ സ്റ്റോപ്പ് ചെയ്തപ്പോൾ കുറച്ച് പോയില്ലേ, ഒരു 1/4 ഇഞ്ചും കൂടെ, ഒരു 1/4 ഞാനിവിടെ ഒരു 10 ഇഞ്ച് എടുക്കും. ഇവിടെ ഇരുന്ന് 10 ഇഞ്ച് ഇങ്ങോട്ടേക്ക് എടുക്കണം. ബ്രസ്റ്റ് പോയിന്റ് വന്നിട്ട് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് മൊത്തവും 9 ഇഞ്ചാണ് ബ്രസ്റ്റ് പോയിന്റ്. അതിൽ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ജോയിൻറ്റ് വരുമ്പോൾ 9.5 ഇട്ട് കൊടുക്കും. പിന്നെ ഈ സ്ലോപ്പിൻ്റെ കുറച്ചൊക്കെ അങ്ങ് പോകും. അപ്പം ഞാൻ 1/2 ഇഞ്ചും കൂടെ ഇട്ട് 10 ഇഞ്ചാണ് എടുക്കുന്നത്. 10 ഇഞ്ച് ഇട്ട് വിട്ട് 3.25 3.25 എടുക്കുന്നത്. കണ്ടോ? വരെയൂടെ 3.25 മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരയ്ക്കുന്നത്. ബ്രസ്റ്റ് പോയിന്റ് 10ആണ്. ഇതിൻ്റെ വിട്ട് വന്നിട്ട് 3.25. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് വരുന്നത്. കണ്ടോ? ഇവിടുന്ന് കുറച്ച് തുണി ഷോൾഡർ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതങ്ങ് പോകും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ 10 ഇഞ്ച് ഇടുന്നത്. വിട്ട് വന്നിട്ട് 3.25. ഈ 3.25 തന്നെ ഇവിടെയും എടുക്കണം. താഴെ ഇവിടെ ഇപ്പം എത്ര ഇഞ്ചാണ് കുറഞ്ഞ് കൊടുത്തിരിക്കുന്നത്? 19.25. 2 ഇഞ്ച് അധികമാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെയാണ് 3.25 എടുക്കേണ്ടത്. കണ്ടോ?
ഈ 3 പോയിൻറ്റും കൂടെ ഇതൊന്ന് ജോയിൻ ചെയ്യണമേ. ഒന്ന് കാണാൻ പറ്റുന്നില്ല. ഇത് 3 എടുക്കുക. 3:45 എന്നിട്ട് ഇവിടെ 1/2 ഇഞ്ച് ഇപ്പുറത്തോട്ട് എടുക്കണം. ഇവിടെയും 1/2 ഇഞ്ച് എടുക്കണം. ഇത് സ്കേർട്ട്, പട്ട് പാവാട, പ്ലീറ്റഡ് സ്കേർട്ടൊക്കെ അതിൻ്റെ കൂടെ ഇടുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ്. അതുകൊണ്ട് ഇത് സിമ്പിളായിട്ടുള്ളതാണ്. ഇത്രയും മതി. പോയിൻറ്റും ഇതും കൂടെ യോജിപ്പിക്കണം. ഇതും കൂടെ യോജിപ്പിക്കുക. ഈ പോയിൻറ്റും കൂടെ യോജിപ്പിക്കണം. വരയ്ക്കാം. ഇങ്ങനെ കർവായിട്ട് കണ്ടോ, ഇങ്ങനെ. നമ്മൾ ആം ഹോൾ ഈ കർവ് വെച്ചിട്ട് ഇതൊന്ന് കർവ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കേട്ടോ, ഞാൻ വെച്ച് വരച്ചാലും ഈ ഇതിലിരുന്ന് ഇത് നമ്മുടെ മൈൻഡ് ഇതാണ്. 9 ഇഞ്ചാണ്. സോറി, 9 അല്ല, 9.5 അരയും കൂടെ 10 ഇഞ്ച് എടുക്കണം. ഇതാണ് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ്. ഇവിടെ ഇരുന്ന് ഈ ഭാഗത്തോട്ട് ഇങ്ങനെ വളച്ചെടുക്കണം. കർവ് പോലെ കൊടുക്കണം. ഇങ്ങനെ വരണം. ചെറിയൊരു കർവ് പോലെ വന്നില്ലേ. ഇത് പ്ലീറ്റഡ് സ്കേർട്ട്, ലാച്ച, അതിൻ്റെ കൂടെയൊക്കെ ഇടുന്ന ഒരു ബ്ലൗസാണ്. ഇതെല്ലാം നമ്മൾ വെട്ടിക്കളയും. പിന്നെ വേറൊരു ഇതുണ്ടെന്ന് 1/2 ഇഞ്ച് നമ്മൾ ഈ കൈക്കുഴി കുഴിച്ച് വെട്ടണം. ഇതാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ. ഇവിടെ ഇരുന്ന് 1/2 ഇഞ്ച് എടുക്കണം. അതിനാണ് ഞാനിവിടെ ഈ മാർക്ക് ഇട്ടത്. 1/2 ഇഞ്ച് ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുത്ത് 1/2 ഇഞ്ച് ഈ ബാക്കിലെ ആംഹോളും ഈ ഫ്രണ്ടിലെ ആംഹോളും ഒരേപോലെ ഇരിക്കണം. അല്ലെങ്കിൽ അത് ഏറ്റക്കുറച്ചിൽ വരുവേ. ഇങ്ങനെ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടണം. ഇങ്ങനെ എടുക്കാം.
ഇത്രയുള്ള ഇതിൻ്റെ കട്ടിങ്. പിന്നെ ഇവിടെ ഇരുന്ന് അരയിഞ്ച് പോകും. ഇവിടെ നമ്മൾ താഴെ 7.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്കിവിടെ ഇത് രണ്ടും നമ്മളിവിടെ കട്ട് ചെയ്തങ്ങ് പോകും. അതായത് ഇവിടെ എത്ര ഉണ്ടോ നോക്കേ. ഇവിടെ 3.25 ആ 3.25 ഇവിടെ വെച്ചിട്ട് ഇവിടെ 7.5 ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെയാണ് 7.5 വരുന്നത്. ഇവിടെ ഇരുന്ന് 2 ഇഞ്ച് ഇങ്ങോട്ട് എടുക്കണം തയ്യൽ തുമ്പ്. ഇവിടെ അതുപോലെ തന്നെ 1/2 ഇഞ്ച് പോകും. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് 1/2 ഇഞ്ച് പോകും. അപ്പം 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ മെഷർമെൻറ്റ്. 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് കേട്ടോ. ഇതാണ്, അല്ലാതെ ഇതല്ല. ഇവിടെ തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ച് ഇടണം. ബാക്കി ഈ ചാർട്ട് പേപ്പറിൽ ഇത് കാണാൻ വയ്യ. ഇങ്ങനെ ഇടുക. ഇതൊന്നും കൂടെ യോജിപ്പിച്ച് വെട്ടണം കേട്ടോ. ഇത് വെളിയിലോട്ട് വരുവേ. 2 ഇഞ്ച് കൈയെടുത്താൽ മതി. തയ്യൽ തുമ്പ് അവിടെ ബാക്ക് പാർട്ടിൽ 2 ഇഞ്ച് ഇട്ടത് കൊണ്ട് ഇവിടെയും 2 ഇഞ്ച് ഒരു പൊടിക്കേ ഉള്ളൂ കുറവ്. അപ്പോൾ നമുക്ക് വെട്ടിയെടുക്കാം. അല്ലേ ഒരു പിന്ന് ഊറ്റി വയ്ക്കുക. മടങ്ങി പോകും. നമുക്കിത് വെട്ടി ഇങ്ങനെ എടുക്കാം. ഇവിടെ എനിക്ക് തെറ്റിപ്പോയതാണ്. ഇതാണ് ആം ഹോൾ റൗണ്ട്. 1/2 ഇഞ്ച് ഇതിലാണ് വലിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിനി ഇതൊന്നും വേണ്ട, വെട്ടിയെടുക്കാം. ഇത് വെച്ചാണ് തുണിയിൽ വെട്ടിയെടുക്കണം. അതൊന്ന് സൂക്ഷിച്ച് വെട്ടിയെടുക്കണം. ആദ്യം നമുക്ക് കൈക്കുഴി വെട്ടാം.
പേപ്പർ ഒന്നും തെന്നി പോകരുത്. നമ്മൾ വെട്ടുന്നത് ഒരു പിന്ന് കുത്തി സെറ്റാക്കി വയ്ക്കും. ഇതൊന്ന് വെട്ടാം. അങ്ങനെ വെട്ടിയെടുക്കാം. നല്ലോണം അറിയാൻ വേണ്ടിയിട്ടാണ്. വേഗം വെട്ടാം. പെരട്ടൊന്ന് ഒഴിച്ച് കൊടുക്കണം. നമുക്ക് ബ്രഷ് പോയിന്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു പിന്നും ചെയ്തിട്ട് ബാക്കിയുള്ളത് വെട്ടാം. അതൊക്കെ നമ്മൾ വെട്ടിയെടുക്കണം. അപ്പുറം ഒന്നും കാണിക്കരുത്. ഇതാണ് ബ്രഷ് പോയിന്റ്. ഇത് വെച്ച് തുണിയിൽ ട്രേസ് ചെയ്ത് എടുക്കാം. ഞാനിത് തുണിയിൽ ട്രേസ് ചെയ്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കർവ് പോലെ ഇരിക്കും. ഇതേപോലെ വെച്ചിട്ട് അടുത്ത തുണിയിൽ ട്രേസ് ചെയ്ത് എടുക്കരുത്. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇട്ടിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. അത് ഞാൻ അടുത്ത പാർട്ടിൽ കാണിച്ചു തരാം എങ്ങനെയാണ് തുണിയിൽ ഇത് വെച്ച് കട്ട് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ടും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. മനസ്സിലായോ?